വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോയാണ് ആകെയുള്ളതാ. എനിക്കറിയാൻ മേല, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്കിപ്പോൾ വിശ്വാസക്കുറവൊന്നുമില്ല. ഉള്ളതാണോ വിശ്വാസം? പറയടി വെച്ചോ, അത് കേൾക്കാനല്ലോ ഇത്രയും ദിവസം ഞാൻ കാതോർത്തിരുന്നേ. എന്നതാ തുറന്നു പറഞ്ഞ് തീരുമാനിച്ചേ? എനിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ ജീവിതമൊന്നും എത്ര വിവരിച്ചാലും തീരില്ല. ഒക്കെ തുറന്ന് പറഞ്ഞാൽ കൂടി വിശ്വസിക്കുമൊന്നുമില്ല, എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ എല്ലാവരോടും കളങ്കമില്ലാത്തൊരു സ്നേഹം ഉണ്ടെങ്കിൽ കൂടി എൻ്റെ ചുറ്റിനും ഞാൻ കണ്ടിട്ടുള്ളത് വികൃതമായിട്ടുള്ള സ്നേഹം. എന്നോട് കാണിക്കുന്ന കപട സ്നേഹം. ചില വേദനകൾക്ക് മറുമരുന്നുണ്ടാവില്ല. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാ പാട്. വേദനിച്ച് ജീവിച്ചിട്ടുണ്ടോ? ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുക. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എന്താ എനിക്ക് പറ്റാത്തത്? എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയായി പോയത്? മരിക്കണത് വലിയ മണ്ടത്തര. ഒരു വികാരത്തിൻ്റെ വേദനയുടെ പുറത്ത് അങ്ങനെ ഒരു മണ്ടത്തര എന്നെ കൊണ്ടാവില്ലായിരുന്നു. എന്നെങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ച് ജീവിച്ചത്. ഉണ്ണീതിൻ്റെ മുത്തശ്ശൻ പറയായിരുന്നു, എൻ്റെ രാജകുമാരൻ എൻ്റെ എല്ലാ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എൻ്റെ അടുത്തേക്ക് വരുമെന്ന്. അങ്ങനെ ആരും വന്നിട്ടില്ല, ഇനി വരേയില്ല. എല്ലാവരുടെയും കണ്ണി ചിന്തു അയാളുടെ ഭാര്യ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ശരീരവും മാനം വിറ്റവൾ. ഇല്ലേച്ച് തന്നെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ വേലി കഴിക്കുമോ? ചിന്തു അത് ചെയ്തു. അപ്പം പിന്നെ കേൾക്കാണ്ടിരിക്കാൻ തരയില്ലല്ലോ, കേൾക്കണമല്ലോ. ഞാനെന്താ ചോദിച്ചോട്ടെ, അച്ഛനും അമ്മയും ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള ആളല്ലേ? എന്തെങ്കിലും വന്നു പോയാൽ അവർ ചോദിക്കില്ലേ? കയ്യോ കാലോ മുറിഞ്ഞ് അവർ ചോദിക്കില്ലേ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ആഗ്രഹിക്കണ പോലെ ജീവിക്കാൻ പറ്റില്ലേ അച്ഛാ? ഞാൻ ഒരുപാട് ആശിച്ചു എന്നെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരുമെന്ന്, ഒരാൾ വരുമെന്ന്. ചിന്ത പലപ്പോഴും മറന്നുപോയി. ഇത് കഥയല്ലല്ലോ, ജീവിതമല്ലേ. ആര് വരാൻ? ആരുടെ മുന്നിൽ ഒന്നും അടിയറവ് വെച്ചിട്ടില്ല, വെക്കില്ല. അത്ര ശ്രമിച്ചാലും കൊടുക്കില്ല. ആരുടെ മുന്നിലും എൻ്റെ ഒരു അഭിമാനം ഞാൻ പണയം വെക്കില്ല. എന്നിട്ട് കഴുത്ത് നീട്ടിയത് എനിക്കാവില്ലായിരുന്നു. മറ്റെന്ത് ചെയ്യാനായിരുന്നു അവസ്ഥയിൽ? നിങ്ങൾ ജീവിക്കൂ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ. അതിന് അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുമോ? ഇല്ല. അച്ഛനും അമ്മയും എത്ര വിലപ്പെട്ടതാണെന്നറിയോ? അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. മക്കളുടെ സന്തോഷം അവർക്ക് എപ്പോഴും വലുത്. ചിന്ത ഉള്ളുകൊണ്ട് അനുഭവിച്ചറിഞ്ഞതാവില്ല. ഒന്നിനും പകരാവില്ലാത്താവില്ല. അയാൾക്ക് എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്നെ കിട്ടണ ദിവസം തന്നെയാണ് എൻ്റെ വേളി കഴിഞ്ഞത്. അത് വേളയാണോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്നറിയും, പക്ഷെ കേട്ടില്ല അമ്മായി. അതാ പറഞ്ഞ് അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു, അച്ഛൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ മാമൻ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ എനിക്ക്. പക്ഷെ അറിവിലൂടെ തന്നെ ഞാൻ ഒത്തിരി അടുത്തറിഞ്ഞിട്ടുണ്ട്. എൻ്റെ 1.5 വയസ്സിലത്രേ അച്ഛനമ്മയും മരിച്ചത്. അവിടെ ഞങ്ങളുടെ മാമനെ വളർത്തിയത്. ഉണ്ടായിരുന്നത് വെച്ച് എന്നെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നതാ മാമൻ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പകർച്ചപ്പനി ഉണ്ടായി. മാമൻ മരിച്ചു. അതോടെ കഴിഞ്ഞു ചിന്തൻ്റെ എല്ലാ സന്തോഷം എല്ലാം കഴിഞ്ഞു. ആ ചിതയിൽ ഇരുന്ന് ഞങ്ങളുടെ ചിന്തവും മരിച്ചു. പിന്നെ ജീവിച്ചത് മുഴുവൻ ഒരു ജഡ.
അമ്മായിക്ക് അരവിന്ദേട്ടനും വീഴ്പലക്കാനും ചവിട്ടി തേക്കാനും അടിമപ്പണിയെടുക്കാനും മാത്രമുള്ളൊരു ജീവിതം. പഠിക്കണമെന്നുള്ള സ്വപ്നമൊക്കെ അവിടെ അവസാനിച്ചു. ആ പ്രായത്തിലൊരു കുട്ടി എങ്ങനെയൊക്കെ പോവാ? എല്ലാം സഹിച്ചു. ഈ കാണാതൊക്കെ അങ്ങനെ വന്ന പാടുകളാ. ഇപ്പം മനസ്സിലായില്ലേ? നാട്ടിലെല്ലാവർക്കും അറിയണതാ. ആരെന്ത് പറയാനാ? ഞാൻ അവരുടെ ആരും അല്ലല്ലോ. പിന്നെ ശിവൻ, അയാൾക്ക് നാണില്ലേ? അയാൾക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയ? 50 ലക്ഷം രൂപ അമ്മയൊക്കെ പറഞ്ഞ് വാങ്ങിയ 50 ലക്ഷം രൂപയ്ക്ക് വിറ്റത് അയാൾക്ക്. അതിന് മാത്രം എനിക്കെന്താ? 50 ലക്ഷം അല്ല, 50 കോടി കൊണ്ടുവന്നാലും എന്നെ ഓർക്കും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. എൻ്റെ ജീവിതം എൻ്റെ മാത്രം. ആരുടെ അവകാശത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. വേളി കഴിഞ്ഞ രാത്രി അയാൾ എന്നോട് എന്താ ചെയ്യാൻ തുടങ്ങി? എന്നെ പിടിക്കാൻ തുടങ്ങി. നീ ശക്തിയായിട്ട് തള്ളി മാറ്റി. ഞാൻ സമ്മതിക്കില്ല. ഞാൻ. അയാൾ പെട്ടെന്ന് എങ്ങോട്ട് പോയി. ഒന്നും എനിക്ക് ചിന്തിക്കാനുള്ള നേരിട്ടായിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവരൊക്കെ എന്നെ ഓടിച്ചു. ഏതൊക്കെയോ കാട്ടിലൂടെ ഒക്കെ ഓടി അവസാനം നിങ്ങളുടെ മുന്നിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാം? ആരെന്നെ വിശ്വസിക്കാം? എങ്ങനെ നിങ്ങളോട് ഞാനെല്ലാം തുറന്നു പറയാം? നിങ്ങൾ നല്ലവനായിരിക്കാം. എന്നാ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക നിങ്ങൾ നല്ലവനാണോ എന്ന്? നിങ്ങളോട് ഒരുപാട് നിങ്ങൾ കുത്തി കുറ്റപ്പെടുത്തി ചോദിച്ചില്ല. എല്ലാം അറിയേണ്ടത് എനിക്കറിയാം. എന്നാലും നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമങ്ങളുണ്ട്. നീ ഒന്നും അറിയാണ്ട് നീ കുറ്റപ്പെടുത്തല്ലേ. എനിക്ക് താങ്ങണില്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് താങ്ങണില്ല. എല്ലാം എനിക്ക് മനസ്സിലായി. എന്നാ ഇത് കുടിക്കാം. ഐം സോറി, റിയലി ഐം സോറി. നീ എന്നോട് ക്ഷമിക്കത്തില്ലടി കൊച്ചേ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടാൽ ആരാടി വിശ്വസിക്കുന്നത്? ഇങ്ങനെയൊക്കെ കൺമുമ്പിൽ ഞാൻ എന്നതൊക്കെയാണ് നിന്നോട് പറഞ്ഞ്, എന്നതൊക്കെയാണ് ഞാൻ കുത്തി ഒരുമാതിരി എനിക്കറിയില്ലായിരുന്നല്ലോടി. നീ ഏതാണ്ട് കേട്ട് എന്നോട് പിണങ്ങിയെന്നോ വീട്ടുകാരുടെ വഴക്കുണ്ടാക്കിയെന്നോ അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കത്തുള്ളൂ മനുഷ്യൻ. അല്ലാതെ വേറെ എന്നാ ചിന്തിക്കാൻ പറ്റുന്നേ? ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. തിളച്ചങ്ങ് കയറും എനിക്ക്. 24 വയസ്സിനിടെ എന്നതൊക്കെയാണ് നീ അനുഭവിച്ച് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇനി എന്നാ വന്നാലും വേണ്ടുകയില്ല, ഞാനും നിൻ്റെ കൂടെയുണ്ട്. ഒന്നും ആലോചിച്ചൊരു മനസ്സ് വിഷമിപ്പിക്കാതെ, കേട്ടോ? ഒരുപാട് സന്തോഷമായി. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്ന ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി കണ്ണ് നിറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. വിശ്വസിക്കാൻ കഴിയണില്ല. കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ പൊള്ളയായ സത്യങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് പേടിയാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയണില്ല എന്ന്. ഇത്രയും ദുരിതം നിറഞ്ഞൊരു ജീവിതം കേൾക്കേണ്ടി വന്നതിൻ്റെ ഒരു ആവേശം മാത്രം. അതിനപ്പുറം ഒന്നുമില്ല.
ആ ആവേശം ഒരു ഭാരമായി മാറാൻ അധികം നേരം ആവശ്യമില്ല. ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ലോകം ഒരുപാട് ഒരുപാട് ചെറുത. ആ ലോകത്തേക്ക് പ്രതീക്ഷകളെ വലിച്ചിട്ടിട്ട് വേദന തിന്നെ നീക്കിനി ആവില്ല, നീക്കിനി വയ്യ. ഈ മനസ്സിന് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കറിയില്ല ഞാൻ എങ്ങനെ നിങ്ങളോട് ഇത്രയും മിണ്ടണേന്ന് കൂടി. നീ പറയുന്നൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. എന്ന് വെച്ച് ഞാൻ പറഞ്ഞേക്ക് വെറുമ്പാക്കാണെന്ന് വിചാരിക്കില്ല. ശരി പെണ്ണെ, നീ നിന്റെ ദേഹം മൊത്തം നോക്കിക്കേ. എന്നതാ അത്? ഞാനൊരു മനുഷ്യന് അനുഭവിക്കുന്ന ആളുടെ അത്രയും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലേലും അത് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഉണ്ടടി ഡാനിക്ക്. എടി പെണ്ണ്, ഇവിടെ പോലീസ് നിയമമൊക്കെ ഉള്ളതാ. നീ ഒരു വാക്ക് മൂളിയാൽ മതി, ഡാനിക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട നീ പറഞ്ഞ തള്ളയും മകനെയും ആ പെരട്ട മുതുക്കനെയും പിടിച്ച് അകത്തിടാൻ. പുറലോകം കാണിക്കുകയല്ല ഡാനി. നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നീ ഒരു വാക്ക് പറ, ഞാൻ വേണ്ടത് ചെയ്തോളാം. നീ അനുഭവിച്ചതൊന്നും എനിക്ക് തിരുത്തി എഴുതാൻ പറ്റുകയില്ലല്ലോ. ഇനി എന്നതിലും വേണേൽ ഞാനത് ചെയ്തു തരാൻ റെഡിയാണ്. എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലടി കൊച്ചേ. അപ്പനും അമ്മയൊക്കെ ഇല്ലാതെ ജീവിക്കുന്ന കാര്യം, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതെ. അപ്പം നീ എൻ്റെ കയ്യിൽ എത്തിയില്ലായിരുന്നില്ല. കർത്താവേ, ഞാൻ നിന്നെ പറഞ്ഞ് വേദനിപ്പിച്ച ഒരു വാക്കും സോറി കൊണ്ട് തിരുത്തി എഴുതാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കണമല്ലോ. സോറി, എല്ലാത്തിനും സോറി. എങ്ങനെ ജീവിച്ചടി കൊച്ച നീ ഇത്രയും വർഷം? എനിക്ക് വിശ്വസിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല. കൃഷ്ണ, ഒരാൾ ഭൂമിയിലുണ്ടായി, ഒരാൾ ഭൂമിയിലുണ്ടായി. എനിക്ക് എങ്ങനെ വിശ്വസിക്കാനാവും? എനിക്ക് വേണ്ടി കണ്ണുവരെ നിറഞ്ഞൊഴുകിയിരിക്കണം. ആരുമില്ലാത്തവർക്ക് നീ തുണയാവൂന്ന് പറയണത് വെറുതെ അല്ല. എനിക്ക് ബോധ്യായി, എനിക്ക് സന്തോഷം. മതി എല്ലാം പറഞ്ഞു. എനിക്കറിയില്ലേ കൃഷ്ണ, എല്ലാം പറഞ്ഞു. ആരാണ് എന്താന്ന് പോലും അറിയാത്ത ഒരാളോട് ഞാൻ എല്ലാം പറഞ്ഞു. എല്ലാം തുറന്നു പറഞ്ഞപ്പോ എനിക്കറിയില്ല കൃഷ്ണ, ഉള്ളിൽ എന്തോ ഒന്ന് എനിക്കറിയില്ല, ഒരു ഭയങ്കര സന്തോഷം പോലെ തോന്നണം. ആളെ കേട്ടപ്പോ, ഞാൻ മനസ്സിലാക്കി സംസാരിച്ചപ്പോ മറക്കില്ല. എന്ത് വേണമെച്ചാലും ആയിക്കോട്ടെ, മറക്കില്ല. എബിച്ചായ, ഞാൻ വരെ ഒരാഴ്ച എടുക്കുവേ, വന്നിട്ടെല്ലാം പറയാം. എബിച്ചായം കൂടുതലൊന്നും ഇപ്പം ഇങ്ങോട്ട് ചോദിക്കില്ല. പിന്നൊരു കാര്യം എന്നാന്ന് വെച്ചാൽ വീട്ടിൽ പറഞ്ഞ് മാനേജ് ചെയ്തോളാം. ശരി. എൻ്റെ ബാബുച്ച അതും കൂടി ശക്തിക്ക് ഇങ്ങോട്ട് വലിക്കും. എന്നതാണോ ഇങ്ങേര്? എൻ്റെ പൊന്നോ, വയസ്സാം കാലത്ത് അങ്ങോട്ട് മാറും, ഞാൻ ചെയ്യാം. ദേ കണ്ടോ, ഇങ്ങനൊരു പെൻഷൻ പറ്റാറായി. എന്നതാ ഇത്? ഇച്ചിരി ചേമ്പൊക്കെ എടുത്ത് അങ്ങോട്ട് പുഴുങ്ങി തിന്ന്, ഇച്ചിരി മസിലൊക്കെ അങ്ങോട്ട് വെക്കട്ടെ. എൻ്റെ കുഞ്ഞെ, ചേമ്പ് തിന്ന മസിലല്ല, ഗ്യാസാ കീറുന്നത്. ഓ തമാശ. നിങ്ങളെന്നാ അപ്ഡേറ്റ് ആയോ? എന്നതാ കുഞ്ഞെ? അല്ല, ചേമ്പും കാച്ചിലും ഒക്കെ തിന്നാത്ത എവിടുത്തെ അപ്പാപ്പനാണോ നിങ്ങൾ? പുഴുങ്ങി മുന്നിലോട്ടങ്ങ് വെച്ചേ, ചേച്ചി കാന്താരി ഉടച്ചങ്ങ് തരട്ടെ. അയ്യ,
ഒരു വല്യപ്പൻ എന്നാ വേണം? നോക്കിയിരിക്കെ, ഇപ്പൊ പുഴുങ്ങി അങ്ങോട്ട് വെച്ച് തരാം. ഓ, എനിക്ക് വലിയ പൂതിയൊന്നുമില്ല. എന്നാ എനിക്കുണ്ട്, അങ്ങോട്ട് വാ. ഇതിങ്ങനെ കണ്ടേച്ച് എങ്ങനാ അങ്ങനെ വിട്ട് കളയുന്നേ? കുറച്ച് കാന്താരിയും കൂടെ പറിച്ചേച്ചേ ഷായ്ച്ചേട്ടൻ്റെ ഒന്ന് കാക്കിൽ ഉണക്കമീനും കൂടെ എടുത്തു. ആ പിന്നെ എടോ അപ്പാപ്പാ, മറ്റേ സാധനം കിട്ടുമോ? മറ്റേത് ഏതാ കുഞ്ഞെ? ഇത് ഒരുമാതിരി രൂപ ഉണ്ടായി കാണിക്കല്ലേ, അന്നത് സാധനം. പാറ്റി തന്നോ? ഹാ ആണ്. വേണോ കുഞ്ഞെ? ഇപ്പൊ തന്നെ? എൻ്റെ പൊന്നു പുണ്യാളാ, എൻ്റെ ശമ്പളം കൂട്ടിത്തരാം. ഇങ്ങോട്ട് കൊണ്ടുപോ, കുടിച്ച് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. ആ, എന്നാ ഇപ്പൊ കൊണ്ടുവരാവേ. ബാബുക്ക് ചെല്ല്, ഞാൻ വരയ്ക്കകത്ത് കാണുവേ. വളയൊന്ന് കുളിപ്പിച്ച് പുഴുങ്ങി എടുക്കട്ടെ. ആ, അത്താവേനി കൽപ്പിച്ചപ്പോൾ ഒറ്റ മനസ്സിൽ ഞാനൊരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. ആ പിന്നല്ലയോ ഇടം കൊടുത്തേച്ച് ഇപ്പം ഹൃദയത്തിനകത്ത് ഇടമൊന്നുമില്ല. ഞാനിങ്ങനെ കെട്ടാൻ മുട്ടിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. എൻ്റെ കർത്താവേ, എൻ്റെ ഭാര്യയിൽ എവിടാന്നോ എന്തോ, കർത്താവിന് പോലും അറിയാലോ. ഓ, കോപ്പൻ മെസ്സേജ്. ഞാൻ വരെ ഒരാഴ്ച എടുക്കുവേ, വന്നിട്ടെല്ലാം പറയാം. എവിച്ചായം കൂടുതലൊന്നും ഇപ്പം ഇങ്ങോട്ട് ചോദിക്കില്ലേ. പിന്നൊരു കാര്യം, എന്നാന്ന് വെച്ചാൽ വീട്ടിൽ പറഞ്ഞ് മാനേജ് ചെയ്തോണം. ശരി. ഇല്ലടാ, ഇല്ല കോപ്പ, ഞാൻ ചോദിക്കുന്നില്ല. അവൻ്റെ വല്യപ്പനെ കെട്ടിക്കാനായിട്ട്. കഴിഞ്ഞോ? കരച്ചിൽ കഴിഞ്ഞൂന്ന്. ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, ഇത് ലാസ്റ്റ് ആയിക്കോണം ഈ കരച്ചിൽ. ഈ പെമ്പിള്ളാർ കരയുന്ന കാണാനേ വലിയ സുഖമൊന്നുമില്ല. എല്ലാത്തിനും മേലെ നിനക്ക് എന്നതാണോ ഭാരമായിട്ട് നിൽക്കുന്നത് അത് ഒഴിവാക്കുക. അത് ആ താലിയാണെങ്കിലും നീ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് വരെ ഒരു സഹതാപത്തിനപ്പുറം ഒന്നുമില്ലായിരുന്നു എനിക്ക് നിന്നോട്. ഞാൻ എൻ്റേതായ രീതിയിൽ എന്നതൊക്കെയോ ചിന്തിച്ചു കൂട്ടി. പക്ഷേ നീ പറഞ്ഞ നിമിഷമുണ്ടല്ലോ, എനിക്ക് നിന്നോട് തോന്നിയ ബഹുമാനത്തിന് അളവില്ലടി. സത്യം, 24 മണിക്കൂറിൽ ഓരോ സെക്കൻഡും എന്നെ ഭീകരമായിരിക്കും നീ കടന്നുപോയത്. അതെനിക്കൊന്നും ചിന്തിച്ചെടുക്കാൻ പറ്റുകയില്ല. അത്രയും ആൾക്കാരുടെ കണ്ണു വെട്ടിച്ച് ആ ഇരുട്ടിലേക്ക് ഓടിയിറങ്ങണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം അവിടെ. എങ്ങോട്ടൊന്നില്ലാതല്ലേ ഓടിയത്. അപ്പോൾ എൻ്റെ മുന്നിൽ, അവളുടെ മുന്നിൽ എത്തിയില്ലായിരുന്നേൽ നീ എന്നെ ചെയ്തതിനെ വരുന്നില്ല കൊച്ചേ. ഞാനൊരു കാര്യം അങ്ങ് പറയാം, നിനക്കത് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ 24 വർഷം നശിപ്പിച്ച് കളഞ്ഞ ആ ഏറെണ്ണം ഘട്ടങ്ങളുടെ ബന്ധനത്തിൽ ഇനി നിനക്ക് കഴിയണ്ടെങ്കിൽ അത് പൊട്ടിച്ചെറിയ. അതൊരു ഭാരമായിട്ട് എന്നത്തിനടി കൊണ്ട് നടക്കുന്നേ. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, നീ സ്വയം ചിന്തിച്ചു നോക്ക്, സ്വന്തമായിട്ട് ആലോചിച്ച് നോക്ക്. ആ പരമനാറി കെട്ടിയ ചരടിന് നിന്റെ കഴുത്തി കിടക്കാൻ യോഗ്യതയുണ്ടോന്ന്. എടി കൊച്ചെ, ഞാൻ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് പറയാം. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതേ ആരുടെ അപ്പൻ്റെ ഭാഗ്യമല്ല. നിനക്ക് തോന്നുന്നത് ചെയ്യാൻ നിന്റെ അനുവാദം മാത്രം മതി. ഈ ദേഹത്ത് കാണുന്ന ഓരോ മുറിവിനും നീ അർഹയാണെന്ന് ചിന്തിച്ച് നോക്കടി. കയ്യിലൊരു മുട്ടുസൂചി കൊണ്ട് ഇച്ചിരി ചോര വന്ന അമ്മയോട് പരാതി പറയുന്നവരാ നമ്മളൊക്കെ. ആ നീ 24 വർഷം ഒരാളോട് പറയുന്നത് എങ്ങനെയാണ് ഇത് അനുഭവിച്ചത്? എനിക്കുണ്ടല്ലോ അവരെ എൻ്റെ കൈ കിട്ടിയ. നീയാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല. എനിക്കിത് തോന്നണമെങ്കിൽ നിനക്കെന്നടി തോന്നാത്തേ? നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറപ്പില്ലെങ്കിലേ ഒരു കാര്യം എളുപ്പമാകല്ലോ വച്ചേ. തീരുമാനിക്കുക. ഒരു വേളി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ കൃഷ്ണ? ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എന്തിനാ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു ചരട്? ശരിയല്ലേ പറഞ്ഞിട്ട് പോയത്? അനുവാദം ഇല്ലാണ്ടായത് കയറിയത്.
നല്ല ഉദ്ദേശത്തോടെ അയാൾ ഒരിക്കലും എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല കൃഷ്ണ. അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളാ. അയാൾ ഇങ്ങനെ എന്റെ ഭർത്താവാകണേ എനിക്ക് എങ്ങനെ അങ്ങനെ കാണാൻ കഴിയണേ കൃഷ്ണ. പരിശുദ്ധി പവിത്രത നിറഞ്ഞതാ താലി വിവാഹവും. എന്നെ ചതിച്ച് നേടിയതല്ലേ, എന്നെ ചതിച്ച് നേടിയതല്ലേ. ഞാൻ നിന്ന് കൊടുത്തിട്ടാണോ? എന്റെ സമ്മതയില്ലാണ്ട് ചതിച്ച് നേടിയതല്ലേക്ക് പൊട്ടിച്ചെറിയണോണ്ട് അത് ബാധിക്കുമെങ്കിൽ ബാധിക്കട്ടെ കൃഷ്ണ. എനിക്കിനി എന്താ വരാനുള്ളത്? ഇതിൽ കൂടുതലൊന്നും അനുഭവിക്കാനില്ലല്ലോ ചിന്തനെ നീ. മനസ്സുകൊണ്ട് ചിന്തു ആരുടെയും ഭാര്യയായിട്ടില്ല. എന്റെ കഴുത്തിൽ ഒരു ചാരം കയറിയിട്ടില്ല. ഇറുക്കി സർവണ. ശിവേട്ട, ഈ പരിധി വിട്ടോ കോട്ടയം വിട്ടോ പോകാൻ ഒരു ചാൻസും ഇല്ല. ശിവേട്ടനൊന്ന് സമാധാനപ്പെട്. സമാധാനപ്പെടാനോ? ഞാൻ സമാധാനപ്പെടാനോ? എങ്ങനെ? അത് എനക്ക് പുരിയാതെ. നമ്മുടെ പിള്ളേർ അന്വേഷിക്കുന്നുണ്ട്. സർവണ, അതേ പേര് കാണാൻ താൻ അവള് പോയി. അത് ശിവേട്ട CCTV ഇറങ്ങി പോകുന്നതുണ്ട്. എല്ലാരും ഉറങ്ങിയ സമയത്താ. അപ്പൊ നീ അത് തണ്ണി അടിച്ചിട്ടുണ്ടേ. പുറത്ത് കുറച്ചുപേരുണ്ടായിരുന്നു. സർവണ, നീ എന്റെ കൂടെ വന്നിട്ട് 12 കൊള്ളം. 12 കൊള്ളം തന്നെ ആയിടിച്ചു. അതുക്കും മുന്നേ ശിവന് വേറൊരു മുഖമുണ്ട്. ശിവൻ ശേഷാദ്രിക്ക് അഡ്വക്കേറ്റിന്റെ ബുദ്ധി മാത്രമല്ല എനിക്കുള്ളത്. അതുക്കപ്പുറം ഉനക്ക് തെറിയാത്ത ഒരു മുഖം. ഉനക്ക് മറ്റുമല്ലേ ഇങ്ക യാർക്കുമേ തെറിയാത്ത, യാർക്കും അറിയാത്ത ഒരു മുഖം. സർവണ, എനിക്കവളെ ഇങ്ക വേണോ? ഞാൻ ചെന്നൈക്ക് പോയതേ അന്ത കാരണത്തിനാലേത്ത. വർഷങ്ങളുടെ കാത്തിരിപ്പും ചോരയുടെ മണവും ഉണ്ടാക്കും. ശിവേട്ട, ഒന്നും മനസ്സിലായില്ല. അപ്പോ ഒരാഗ്രഹം കൊണ്ട് കല്യാണം കഴിച്ചതല്ല, വേറെ എന്തോ. ചേടത്തിയേ, വന്നോ? ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ, തൊണ്ട വറ്റുന്ന്. അതെന്നാ കേറ്റവാ കൊച്ചിന്റെ വീട്ടിലോട്ട്, കാറൊന്നും പോകത്തില്ലെന്ന്. ഇന്നാ വെള്ളം. ചേടത്തിയേ, ആ AC ഒന്ന് ഇട്ടേ. ഓ, ആ മണ്ടയ്ക്കെങ്ങാണ്ട് ആ മുക്കിലെങ്ങാണ്ട് കൊണ്ട് വെച്ചേക്കുവോ കൊച്ചിൻ്റെ വീട്. വണ്ടി അങ്ങോട്ട് കയറുവോ? അതുമില്ല. അവിടുന്ന് ഒരു നടപ്പ് നടന്നേച്ചുണ്ടല്ലോ എൻ്റെ തീത്തുവേ. അപ്പൊ ആശുപത്രി പോയില്ലേ? ഓ, എവിടുന്ന്? ഇത് പണ്ടങ്ങാലാരോണ്ട് പറഞ്ഞ പോലെ എന്നതായിരുന്നു. പിന്നെ അവരവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയെന്ന്. ചെറുക്കൻ എവിടുത്തെയാന്ന് പിടികിട്ടിയോ? മറ്റേ ആ സാലില്ലയോ കണ്ണന്താനത്തെ? സാലിയോ? കണ്ണന്താനത്തെ? സാലിയുടെ ആരാ? ഓ, സാലിയുടെ ഇളയതൊരെണ്ണം ഇല്ലയോ? ഇളയതിൻ്റെ എന്നതായിരുന്നേ? ആ കൊച്ചിനെ കെട്ടിച്ചേക്കുന്നതിന് ഇവിടെയല്ലേ, പേട്ടെല്ലാം കണ്ടല്ലയോ? ഇളയ കൊച്ചിന്റെ കെട്ടിയവന്റെ പെങ്ങടെ കൊച്ച്. അവൻ ഈ കോളേജിലാണ് പഠിക്കുന്നത്, ഇവയുടെ ക്ലാസ്സിൽ. എന്റെ ചേട്ടത്തി അതിനെ ഒന്ന് കാണണം. മോന്തെല്ലാം കൂടെ കീറി അങ്ങ് നീര് വെച്ചിരിക്കുക. രണ്ടും കൂടെ ചെന്ന് എന്റെ കൊച്ചിനെ പുഴുങ്ങി തിന്നോ? അല്ല, ഉമ്മൻ വെക്കാം കൊച്ചിനെ. അവൻ കണ്ണന്തിരിവ് കാണിച്ചിട്ടില്ലയോ? ചേടത്തിയെ, വന്നിട്ട് അവളുടെ സൈഡ് അങ്ങനെ പിടിക്കാൻ നിന്നാലാ. നീയൊക്കെ ഒന്ന് പൊക്കെ, ഞാൻ എന്റെ കുഞ്ഞിന്റെ കൂടാ. തള്ള നോയിക്കേ, അവൾ ഈ കാണിച്ചു വെച്ചാൽ ഈ മുടിഞ്ഞ കയറ്റം എല്ലാം കൂടെ കയറി ഇവിടെ വന്നിരിക്കുന്നേ. തള്ളമാരായ അങ്ങനെ ഇച്ചിരി കയറ്റമൊക്കെ കയറണം. ഇവരെ ഞാൻ മിക്കവാറും ഉള്ളതില്ലയോ? ആ തലതിരിവില്ല എന്റെ കുഞ്ഞുമറിയില്ല. അപ്പൊ തിരിഞ്ഞാ ഇരിക്കുന്നേന്നറിയാം. അതെ, ഒത്തിരി അങ്ങോട്ട് പറയണ്ട. ആങ്ങളുടെ അല്ലയോ വിത്ത് ഗുണം 10 ഗുണം. ചേടത്തി ഒന്ന് കേൾക്കണേ, ആ കയറ്റം കയറി ചെന്നത് വെറുതെ ആയില്ല. അവർക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ കൊച്ചായ കൊണ്ട് ഒരു പേടി, നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമെന്നായിരുന്നു അവരുടെ വീർപ്പ് മുട്ടൽ മൊത്തം. ഇച്ചിരി മുട്ടട്ടെ അവൻ എൻ്റെ കൊച്ചിനോട് പറഞ്ഞ വർത്താനത്തിന്. എന്നായാലും കൊള്ളാം. എൻ്റെ കുഞ്ഞാപ്പ വിളിച്ചോ? അവൻ എന്നെ ഒരു പോക്കാ പോയേ. ശബ്ദം കേൾക്കാഞ്ഞിട്ടൊരു സുഖവും ഇല്ല. 2 ദിവസമായി എൻ്റെ കൊച്ചിൻ്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. അയ്യോ, മഹാനെ കുറിച്ച് പറയല്ലേ. അവൻ വിളിച്ചാലേ നമ്മൾ കോൾ എടുക്കാവുള്ളൂ. നമ്മൾ അങ്ങോട്ട് വിളിച്ചാലൊന്നും മഹാൻ എടുക്കത്തില്ല. അവന്റെ ചേടത്തി അറിഞ്ഞിട്ടില്ലേ ഈ പോക്ക്?
അയ്യോ, ഞാൻ എൻ്റെ കൊച്ചിനെ വിളിച്ചില്ല. എസ്റ്റേറ്റിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതങ്ങ് ഓടി നടക്കുക. ചേട്ടത്തിയെ പോയി ഇച്ചിരി കട്ടനിട്ടുകൊണ്ട് വന്നേ, മടുത്ത്. എന്നാ ഞാൻ വരുവാ. വരുവാന്നോ? അതെന്നാ? അതെന്നാന്നോ? അങ്ങനല്ല, നിനക്കവിടെ പ്രോഗ്രാം. ആ, പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ. എന്നാ പെട്ടെന്ന് അങ്ങനെ തോന്നി. എനിക്ക് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണേ നിന്നോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ പിന്നെ എന്നത്തിനടി കോപ്പയെ വിളിച്ചത്? എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിട്ട് പറയാൻ പോലും നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പറയാൻ നമ്മൾ തമ്മിൽ എന്നാ ബന്ധമല്ലയോ? എപ്പോഴും വെളിവ് കെട്ടുന്ന നേരത്ത് ഞാനങ്ങ് സമ്മതിച്ച്. അല്ലാതെ എൻ്റെ കൊച്ചു നിന്റെ ഒക്കത്തൊന്നും ഇല്ലല്ലോ. അതിനുള്ള യോഗം നിനക്ക് മിക്കവാറും കാണുകയല്ലടി ഈ കണക്കിന് പോയാ. അതിന് മാത്രം ഞാൻ എന്നടാ നീ പറഞ്ഞേ? നിന്നെ കാണാനുള്ള കൊതി കൊണ്ടാ എനിക്ക് കിട്ടിയ ചാൻസ് പോലും ഞാൻ കളഞ്ഞിട്ട്. ഇത് വഴക്കുണ്ടാക്കി കളയുന്നേ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആ കൊച്ചു എന്നതിലും പറഞ്ഞോ? നിനക്ക് എന്നോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നത്തിന് മമ്മി ഞാൻ ട്രൈ ചെയ്യാവുന്നതിൻ്റെ പരമാവധിയായി മമ്മി. എവിടാടി നീ? എന്നാ നീ എന്നെ തേടി വരാത്ത? ഇനി വന്നിട്ടും കാര്യങ്ങളോട് തന്നെ എല്ലാം വൈകിപ്പോയി. ആ, എന്നാടി വച്ചേ? എന്നേലും ആവശ്യമുണ്ടോ? ഇല്ല. പൊട്ടിച്ചെറിഞ്ഞല്ലേ? നല്ല കാര്യം. നിനക്കേലും അതിനുള്ള ധൈര്യമുണ്ടല്ലോ. കുടുംബം എന്ന് പറയുന്നതേ ഒരു ബന്ധനമാണ് മോളെ. ഇവളിത് എന്നാ കർത്താവേ ഫോൺ എടുക്കാത്ത? എന്നതായി കാണൂ. ഓ സമാധാനം, നീയേലും എടുത്തല്ലോ. എന്താ റിക്കിച്ചായി? അവള് കേറിയോ? അതുകൊണ്ടാണോ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? റിക്കിച്ചായി ടെൻഷൻ അടിക്കാതെ. കോള് വന്നപ്പോഴേ എനിക്ക് തോന്നി. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും സോണി? ഞാനിവിടെ ഇല്ലേ, അത് അവക്കുള്ളത് തന്നെയാ. അതിലെനിക്ക് വിശ്വാസമുണ്ട് സോണി. എൻ്റെ കുഞ്ഞ് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ. അല്ല, അവള് കയറുന്നതിന് മുമ്പ് വീഡിയോ കോൾ ചെയ്തായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയേക്കുമായിരുന്നേ. റിക്കിച്ചായി ടെൻഷൻ ആകാതിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അങ്കിള് ജോയിൻ ചെയ്യുമെന്നാ പറഞ്ഞത്. ആ ഓക്കെ. എന്നാ ഞാൻ അളിയനെ ഒന്ന് വിളിക്കട്ടെ. ശരി സോണി എന്നാ. ഹലോ. ആ പെങ്ങളേടി, ഞാൻ വൈകുന്നേരം ആശുപത്രിയിലോട്ട് വരാവേ. മില്ലിന്റെ ആവശ്യത്തിനെ 1-2 ഓഫീസിൽ പോകാനുണ്ട്. കൊച്ചു വിളിക്കുവാന്നല്ലേ എന്നെ അങ്ങോട്ട് വിളിക്കാൻ പറ കേട്ടോ. ശരി. ആ ഓക്കെ. എന്തിനാ കൃഷ്ണ കരഞ്ഞത്? എനിക്ക് എന്താ പോലെ അങ്ങനെ കണ്ടിട്ട്? വലിയ ആൾക്കാരല്ലേ, അവരൊക്കെ കരയേണ്ട കാര്യമുണ്ടോ? കാണിക്കില്ല, കണ്ണുനീര് മറച്ചു പിടിക്കുക. എന്നാലും എനിക്കൊന്നും സഹായിക്കാൻ കൂടി കഴിയണില്ലല്ലോ. ഡീ, എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാ. ട്രീസ വരുന്നുണ്ട്. ഉള്ള കാര്യം പറഞ്ഞാൽ നിൻ്റെ കാര്യമൊന്നും അവളോട് പറഞ്ഞ് കേൾക്കുകയില്ല. അവളുടെ തല കയറത്തുമില്ല. അതുകൊണ്ട് അവൾ എന്നാ ചോദിച്ചാലും ഒന്നും പറയണ്ട കേട്ടോ. നിനക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ പറ. പിന്നെ പോകാൻ റെഡിയായിരിക്കും. ഒന്നും മടിക്കണ്ട. എന്നാന്നേലും ഞാൻ ചെയ്തു തരാം, വാങ്ങിത്തരാം. പിന്നെ ബ്രഷ് നിനക്ക് എന്നാ ഒരു ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ, ഒത്തിരി അങ്ങ് ഇതാവണ്ട. ഞാൻ പോയിക്കോളാം. എനിക്ക് നടക്കാറൊക്കെ ആയി. വേണച്ചാ ഇപ്പം തന്നെ ഇറങ്ങിക്കോളാം.
നിങ്ങൾക്കായിട്ട് കൊണ്ടുവിടാൻ എനിക്കൊരു സ്ഥലവുമില്ല. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഒക്കെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ, ഇതാ ഞാൻ ആരോടും പറയാത്തത്. വെറുതെയാ. എല്ലാറ്റിനും നന്ദിയുണ്ട്. എനിക്കൊന്നും അറിയില്ല കൂടി. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഉള്ളു ശുദ്ധ നാവിന്ന് വരണതൊന്നും ഈ ഉള്ളിലില്ലെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതത്തിൽ മുഴുവനായിട്ട് ആർക്കും ജയിക്കാനാവില്ല. മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നന്നായിരിക്കും. ആ ചേച്ചി വരണതുവരെ കാത്തു നിൽക്കണില്ല. ഞാൻ തമ്മി കാണാണ്ടിരിക്കട്ടെ എന്ന് കത്തിനും ഇങ്ങനെ വെച്ചാലും ഞാൻ വീട്ടാട്ടോ. സാരി വാങ്ങി തന്നേന്, ഭക്ഷണം വാങ്ങി തന്നേന്, കത്തിനും ഒന്നിനും പകരം വയ്ക്കാൻ പറ്റാത്ത എൻ്റെ ജീവനം തിരിച്ചു തന്നില്ലേ. ഒരുപാട് നന്ദിയുള്ളവളായിരിക്കും. ഒരിക്കലും മറക്കില്ല ഈ ഒരു ദിവസം. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഇയാളെ. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു ആയുസ് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലുതെന്തോ കിട്ടിയതാ. ഇന്നലെ ഇന്നും